ഹലോ, ഞങ്ങളിന്ന് പോകുന്നത് ഈ വൈകുന്നേരങ്ങളിൽ വളരെ പീസ്ഫുള്ളായി സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു കിടിലം പാറമടയിലേക്കാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഈ വീഡിയോ ഫുള്ളായി കാണുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. ഞങ്ങൾ വൈകുന്നേരം ഒരു 3:30 സമയത്തിലാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഇവിടെ പാറയൊന്നും പൊട്ടിക്കാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാം. അതുകൊണ്ട് ഞങ്ങൾ ഈ പാറമട ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ആദ്യം പോയത് മുകളിലേക്കാണ്. വണ്ടിയിൽ പോകാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഈ വഴിയിൽ മൊത്തം ഇളകിയ മണ്ണായതുകൊണ്ട് വണ്ടിയിൽ പോകുന്നത് വലിയ റിസ്ക്കാണ്. അങ്ങനെ നടന്ന് നമ്മൾ മുകളിലെത്തി. ഇവിടെ ഒരു റോങ് ടേൺ മൂവി വൈബാണ്. ഈ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ. ചാടണം എന്ന് തോന്നും, പക്ഷെ ചാടരുത്. പിന്നെ ഒരു രസത്തിന് ഇവിടത്തെ കല്ലൊക്കെ പിറക്കി താഴോട്ടൊന്ന് എറിഞ്ഞു നോക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇതിൻ്റെ വടക്കു ഭാഗത്തേക്കാണ്. അത് കുറച്ച് കാട് ഏരിയയാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചെടികളുടെ മുള്ളുകൊണ്ട് കാലൊക്കെ മുറിയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ചെറിയ പന കണ്ടത്. ഒരു തോട്ടയുണ്ടെങ്കിൽ ഇവിടെ നിന്നെല്ലാം പറിച്ചെടുക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വെയിലൊന്നും കൊള്ളാതെ പാറമട കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടുത്തതായി നമ്മൾ പോയത് ഇതിൻ്റെ താഴത്തെ തട്ടിലേക്കാണ്. ഇതുവഴി പോവുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ള വെള്ളത്തിലിറങ്ങാം. സത്യത്തിൽ ഇതൊക്കെ ഒരു വഴിയാണ്. ഇവിടെ ഇത്ര വെള്ളമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിറഞ്ഞത്. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ആ ഫ്രൂട്ട് കണ്ടത്. ഇതാണ് കാട്ടുതക്കാളി. ഇതിവിടെ നിറയെയുണ്ട്. കാണാൻ നല്ല രസമാണെങ്കിലും ഇത് ഒരിക്കലും കഴിച്ചു നോക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ ആൾ തട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. അടുത്തതായി നമ്മൾ പോയത് ഇതിൻ്റെ താഴെ ഭാഗത്താണ്. ഇതിലൂടെ നേരെ പോവുകയാണെങ്കിൽ വെള്ളത്തിലോട്ടാണ് ചെന്നെത്തുന്നത്. ഒരു ചങ്ങാടം ഇറക്കിയിരുന്നെങ്കിൽ ഇതിനകത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അതും നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കോടന്നൂർ നിന്നും അരുവിക്കര പോകുന്ന റൂട്ടിന് സമീപമാണ്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൽ എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ DM-ൽ അയക്കാം. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ